ശ്രീ പി സുമോദ്. സർ, എൻ്റെ മണ്ഡലമായ തരൂരിലെ കഴനി പഴമ്പാലക്കോട് റോഡിലെ 5 കിലോമീറ്റർ BMBC റോഡ് നിർമ്മാണം അടിയന്തരമായി പണി പൂർത്തീകരിക്കണം എന്നതാണ് സബ്മിഷൻ. സർ, അത് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളെ 3 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ ചേലക്കര മണ്ഡലമാണ്, ഇങ്ങോട്ടേക്ക് പോയാൽ ആലത്തൂർ മണ്ഡലമാണ്. ഇതിനിടയിലുള്ള ഒരുപാട് വർഷക്കാലമായി വല്ലാത്ത രൂപത്തിലേക്കുള്ള ഗതാഗത പ്രയാസങ്ങൾ അനുഭവിച്ച റോഡ് നേരത്തെ കിഫ്ബിയുടെ വർക്കിൻ്റെ ഭാഗമായി അത് പിന്നീട് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പ്രയാസമായതിനാൽ മുൻ വർഷങ്ങളിൽ ബഡ്ജറ്റ് ഫണ്ടും പ്ലാൻ ഫണ്ടും കൂട്ടിച്ചേർത്ത് 9 കോടി നേടിയെടുത്തു. 4 കിലോമീറ്റർ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു. എന്നാൽ രണ്ടാം ഘട്ടമെന്ന രൂപത്തിൽ 5 കിലോമീറ്റർ റോഡിൻ്റെ പണി ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ചപ്പോൾ ടാറിന് വല്ലാത്ത രൂപത്തിലേക്കുള്ള വിലവർധനവുണ്ടായി. അതിൻ്റെ ഭാഗമായി കരാറുകാരത് പൊളിച്ചിട്ടു. അതിലൂടെ വലിയ പ്രയാസം, ഗതാഗതത്തിൻ്റെ പ്രശ്നം, പൊടിശല്യം, വിദ്യാർത്ഥികൾ, രോഗികളെല്ലാം വല്ലാത്ത രൂപത്തിലേക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് വല്ലാത്ത രൂപത്തിലേക്കുള്ള പ്രയാസം ആ പഞ്ചായത്തിലും ഈ റോഡിന് സമീപത്തുമൊക്കെ ഉണ്ടായി. പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. നേരത്തെ PWD മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ, റോഡ് നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് സബ്മിഷൻ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച കൈനി പഴമ്പലാക്കോട് റോഡ്, സർ, ഇതിൻ്റെ പ്രവൃത്തിക്ക് എഗ്രിമെൻ്റ് വെക്കുന്നതിന് ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്. കരാറുകാരൻ ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് 6/3-നാണ്. 7/3-നാണ് പ്രവൃത്തി ആരംഭിച്ചത്. അതിൻ്റെ മറ്റ് കോൺക്രീറ്റ് പ്രവൃത്തികൾ, ഡ്രൈനേജ്, കൾവർട്ട്, റീറ്റെയിനിങ് വാൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പ്രശ്നം സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ട്. കാരണം ബിറ്റുമൻ്റെ വില കൂടി. ബിറ്റുമൻ്റെ അന്ന് എഗ്രിമെൻ്റ് വെക്കുമ്പോൾ പൊതുവേ നാട്ടിൽ ഫെബ്രുവരി മാസത്തിൽ 54,000 റുപ്യയായിരുന്നു ടണ്ണിന്. ഇന്ന് 90,000 92,000 റുപ്യാണ് ബിറ്റുമന് ടണ്ണിന്. അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബിറ്റുമന് വില കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടുന്നുണ്ട്. ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ ഇതിൻ്റെ ഫയൽ ഈ നിലവിലെ കോൺട്രാക്ടർമാർക്ക് ഈ ബിറ്റുമൻ്റെ ഡിഫറൻസ് കൊടുക്കുന്നതിനുള്ള കാര്യത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഉചിതമായ തീരുമാനം ഉണ്ടാവും.